ഇന്ന് നമ്മൾ അമ്പൂരി വീട്ടിലേക്കുള്ള യാത്രയാണ്. ചാക്കപ്പാറ വഴി അണമുഖത്തേക്ക് ഒരു യാത്ര. അങ്ങനെ കള്ളിക്കാട് പമ്പിൽ കയറി നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. ഇത് നേരെ കള്ളിക്കാട് ജംഗ്ഷൻ വഴി നെയ്യാടാം വഴി പന്ത വഴി അമ്പൂരി. മീനിറങ്ങിക്കാണ് കേട്ടോ അവിടെ. ഇങ്ങനെ മീൻ തിന്നില്ലല്ലോ. അങ്ങനെ നെയ്യാടാവിൻ്റെ എൻട്രൻസിലെത്തി. ഇതാണ് നമ്മളെ റോഡ്. റോഡൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി റോഡാണ്. അമ്പൂരി വരെ നല്ല റോഡാണ്. നമ്മൾ പോകുന്നത് പൂച്ചത്തിൻ്റെ അടുത്തോട്ട് തന്നെയാണ്. നമ്മൾ അവിടെ നേരെ വന്ന് കയറുന്നത്. ഇതാണ് നിരപ്പക്കാല. പോകുമ്പോഴും മൊത്തം തേക്കലിൻ്റെ സൈഡിൽ കൂടെയാണ് പോകണം. അതുകൊണ്ട് തന്നെ ഒരു അപ്പോഴപ്പോഴായിട്ട് നമ്മൾ കാട്ടിനകത്ത് കയറുന്നു, പിന്നെ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ പോകുന്നു. കഴിഞ്ഞാൽ മായ നമ്മൾ പോകുന്ന നേരെ
ചമ്മന്തി എന്തെങ്കിലും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളെ കൂടെ വന്നയാൾ വെജിറ്റബിളാണ്, അതുകൊണ്ട് വെജിറ്റബിൾ വാങ്ങാമെന്ന് വിചാരിച്ചു. ഈ കടയിലാണ് വന്നത്. എന്ത് കടയാണ്? ബാങ്കിലെല്ലാം എന്തെങ്കിലും മറ്റേ അവർ കോട്ടയം കുഞ്ഞച്ചൻ സിനിമയുടെ ഭൂരിഭാഗവും ഈ പള്ളിയിലൊക്കെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ പള്ളി, ഈ കാണുന്ന സ്ഥലം, ഇതാ ഈ കാണുന്ന ഇവിടെ പണ്ട് റോഡ് താഴോട്ടുണ്ടായിരുന്നേ. ഈ റോഡിൽ വെച്ചാണ് മറ്റേ എന്തൊരു ബാബു ആൻ്റണിയും മാളയായിട്ടുള്ള ഒരു രംഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് അമ്പൂരി ജംഗ്ഷൻ. നല്ലൊരു വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ അതും കണ്ടിട്ട് നേരെ വീട്ടിലോട്ട്. ചാക്കപ്പാറ വെള്ളച്ചാട്ടം. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയെന്നാണ് അറിഞ്ഞത്. പക്ഷേ മഴ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത്രയും നല്ല വെള്ളമൊന്നും കാണാനില്ല. ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇതിൻ്റെ വരാനൊക്കെ വേണ്ട വൈകിട്ടുണ്ട്. നല്ല കൊള്ളാം. അങ്ങനെ കൂടുതലായിട്ട് ആൾക്കാരൊന്നും ഇവിടെ കയറ്റില്ല. കാരണം ഇവിടെ വന്ന് വെള്ളമടിയും ഭയങ്കര വിഷയങ്ങളും കുപ്പികളൊക്കെ ഇവിടെ വലിച്ചു കഴിയുന്നു, ഇവിടെയൊക്കെ മോശമാക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പരാതി ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടിട്ട് നേരെ ഇനി ഇതിലെ വീട്ടിലോട്ടാണ് പോണത്. ഇവിടെ ഇന്ന് 1 കിലോമീറ്റർ ഉണ്ട്. എൻ്റെ താഴോട്ടൊക്കെ നല്ല പ്രശ്നമുണ്ട് ഇവിടെ വരാനായിട്ട്. പിന്നെ നിങ്ങൾ വരണവർ കൊള്ളാം. ഈ പ്രകൃതിയൊന്നും നശിപ്പിക്കാതെ നല്ല രീതിയിൽ പ്ലാസ്റ്റിക് അങ്ങനെയൊന്നും ഇടാത്ത രീതിയിലൊക്കെ വന്നാൽ നല്ല കാണാൻ നല്ല സ്ഥലമാണ്. ആളുകൾ നല്ല സഹകരിക്കും. അല്ലാതെ എന്തെങ്കിലും മോശമായിട്ടുള്ള പരിപാടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ വിടില്ല. ആൾക്കാർ വളരെ പ്രശ്നക്കാരാണ് ആൾക്കാർ. വഴി ആ വഴിയാണ്. ഇനി ഇതിലെയാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. ഫ്രണ്ടും 2 ബെയറിങ് നോക്കണം കേട്ടോ ഈ വണ്ടിയിൽ. കാരണം ഈ കുറേ കാലം ഓടാതെ വെച്ചിരിക്കുമ്പോഴേ ആ ബെയറിങ് പെട്ടെന്ന് പോകും. അതൊക്കെ പോയി ചർക്കുക. ഇതിന്റെ ആക്സിലേറ്റർ കേബിൾ കംപ്ലൈന്റ് ആയിട്ട് വണ്ടി വെച്ചുവിട്ടൊന്ന് പോടുക. കോൺക്രീറ്റേ വണ്ടിയൊന്നും വലുതായിട്ട് ഓടാത്ത സ്ഥലമല്ലേ, അതുകൊണ്ട് പിന്നെ പായരം ഈ റോഡൊക്കെ നല്ല ക്ലിയറായി അടിപൊളി കേട്ടോ. അവിടെയൊക്കെ കേൾക്കുമ്പോൾ നോക്കണ്ട, മലയുടെ മുകളിൽ ഗോപ്രയിൽ എന്തായാലും കാണാൻ പത്രത്തിന് വില കുറഞ്ഞുകൊണ്ട് വെച്ചാതെ ആൾ കിട്ടുന്നത്. ഇത് പന്തടിച്ചങ്കളം എന്നാണ് പണ്ട് പറയുന്നത് ഈ കളത്തിന്. ഇപ്പം റബ്ബറൊക്കെ വെച്ച് പണ്ട് ഇവിടെ വേറും പുല്ലും പുൽത്തകടിയായിരുന്നു. അപ്പോൾ എൻ്റെ കൊച്ചുനാളിൽ നമ്മൾ പന്ത് കളിക്കാനൊക്കെ വേണ്ട സ്ഥലമാണ്.
ഇതിനെ പോയി കഴിഞ്ഞാൽ എന്തൊരു തേക്കും പാറ ഇത് ഇതിൻ്റെ പള്ളിയുടെ ഈ പള്ളിയുടെ നേഴ്സറിലാണ് കൊച്ചിലെ പഠിച്ചിരുന്നത് കേട്ടോ. ഈ പള്ളിയുടെ നേഴ്സറിലാണ് ഞാൻ കൊച്ചിലെ പഠിച്ചത്. ഇവിടുത്തെ ജംഗ്ഷൻ ആമകം ജംഗ്ഷൻ നേരെ പോകും. ഇങ്ങനെ സ്ഥലം ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പതുക്കെ കോൺക്രീറ്റ് ആണ്, ചറക്കി പോകുന്നു. ഇവിടെ ബസ്സുണ്ട്, തമിഴ്നാടിൻ്റെ ബസ്സേ ഇവിടെ വരും. നേരെ ആ അച്ചടക്കാണ് നമ്മളെ സ്ഥലം. നമ്മളെ നോക്കിയെടുത്തത് ഇതേ എങ്ങനെ ഇരിക്കുന്നു. പോട്ടെ അങ്ങോട്ട് ആ ഓല അടക്കണത് തോന്നേ പട്ടാണോ വാങ്ങിക്കാൻ നല്ല വാങ്ങിച്ചു വന്നേ. ഞാൻ വരട്ടെ, വീട്ടിൽ പേര് നമ്മളെ പഴയ ഒരു മാമനാണ്. അപ്പം നമ്മൾ വീട്ടിലോട്ട് നടക്കുകയാണ്. ഇതേ ബാ നാട്ടിൽ നല്ല വെള്ളമുണ്ട്. ഇതാണ് വീട്, കണ്ടല്ലേ. താഴെ പോയാ പോയി. ഇവൻ്റെ കൂട്ടുകാരെല്ലാം സിംഗപ്പൂർ, മലേഷ്യ എല്ലാം പോയി. ആശാന് പാസ്പോർട്ട് കിട്ടിയില്ല, ആശാന് പോകാൻ പറ്റില്ല. വെരിഫിക്കേഷനിൽ അമ്മയുടെ പേര് 2 ആയിപ്പോയി, അല്ല 2 പേര് ഇങ്ങനെ തള്ളിപ്പോയി. പിന്നെ പോകാനുള്ള സമയമായി. ഇതൊക്കെയാണ് ജാതി, കണ്ട ജാതിക്ക. എടാ ആ കുട്ട കരി കിടക്കാൻ പറ്റൂടാ? കുട്ട കരി കിടക്കാൻ പറ്റുമോ? ഇവിടെ കണ്ട ഇതെല്ലാം ജാതി ഒരു 10, 50, 60 മൂട് വരും. പിന്നെ തെങ്ങ് തേങ്ങയൊന്നും കിട്ടില്ല, കുരങ്ങന്മാരെല്ലാം കയറി കൊണ്ടുപോകും. പിന്നെ മുകളിൽ ഗ്രാമ്പും ഉണ്ട്. ഇപ്പോൾ മുകളിൽ റബ്ബറായിരുന്നു, ഇപ്പം മൊത്തം അൽപ്പിശയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളാരും ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് വേണ്ട. ഇതാണ് വീട്. ഒരു കൂട്ടായി നമ്മൾ വന്നതുകൊണ്ട് കരിക്കിടക്കാൻ വേണ്ടി കയറിയാണ്. കരിക്കും തേങ്ങയുണ്ട്. കുരങ്ങ് ശല്യം ഇല്ല ഇപ്പോൾ ഉണ്ടാ. ഈ ഇടതുവശിരിക്കാൻ ഒരു കുല അങ്ങോട്ട് കൊച്ചിനെ കൊണ്ടുപോകാം.
ഏണിക്കൊള്ളാം, ഞാൻ വെൽഡ് ചെയ്തത്. എന്നേ പൊട്ടിയത് നല്ല ഹോം സ്റ്റേക്കൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയും. ഒരു ഈ പ്രദേശത്ത് 5 ഹോം സ്റ്റേ ചെയ്ത് അപ്പുറത്ത് വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം നമ്മളിപ്പോൾ പോകും, കാണിച്ചു തരാം. ഇത് കഴിക്കല്ലേ, സൂപ്പർ കഴിക്കും. അവസാനം അടുത്ത ഒന്ന് എവിടെ മറ്റേ കുട്ടൻ അല്ല, സൂപ്പർ കേക്ക്. നമ്മളാരും വരാത്തതുകൊണ്ട് അങ്ങനെ കിടക്കാണ് ഇവിടെ. കേട്ടടാ, ഇപ്പം മൊത്തം കാടായി. ഇതാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോണ വഴി. കണ്ട വെള്ളം കണ്ട, ഇവിടെ കുളിക്കാൻ നല്ല സ്ഥലമാണ്. ഒഴുക്കുണ്ട്, ഒഴുക്കുണ്ട്. അപ്പോൾ ഇതാണ് അണമുഖം പാലം. കണ്ട വെള്ളം കണ്ട, നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് കുളിക്കാൻ പോവുകയാണ്. ഇവിടെയാണ് ആ കാണുന്ന ചിവരെ കണ്ട, അത് പണ്ട് നമ്മുടെ ചായക്കടയായിരുന്നു. പണ്ട് ഇവിടെ ചായക്കട, അപ്പച്ചൻ അമ്മയുടെ അച്ഛൻ ഉള്ളപ്പോൾ ചായക്കട ഉണ്ടായിരുന്നു. പണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഒരു 5-6 വയസ്സുള്ളപ്പോഴും. ഇപ്പോൾ അതെല്ലാം ഇടിഞ്ഞു പോയി. അപ്പോൾ കണ്ട വെള്ളം കണ്ട, പോറ്റി അതാ പോണം. നല്ല മഴ വരുമ്പോൾ വെള്ളം അവിടെ നിന്ന് മാറി ഇതിനകത്തൂടെ കയറി വരും. ഇത് അങ്ങനെ അടിച്ചുകൊണ്ടിട്ട ഒരു പൈപ്പാണ് ഇത്. മോളിന് എവിടെ കൊണ്ടുവന്നാണ്. ഇതാണ് ബൈക്ക്. അവിടെ ഇടത്തോട്ട് പോ, ഇടത്തോട്ട്. നീ വന്നുകൊണ്ടാണ് ഞാൻ ബാക്കിൽ വന്നത്. ഇതാണ് വെള്ളച്ചാട്ടം. പോറ്റി മുമ്പും വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ഇത്രയും വെള്ളമില്ലായിരുന്നു. പോറ്റി അങ്ങ് ഫോട്ടോ എടുത്ത് വാങ്ങി. ഏട്ടാ, ഒഴുക്കുള്ളതെന്ന് പേടിക്കണ്ട, ഇതിലൊന്നും ചാവയൊന്നുമില്ല, അത്രയ്ക്കുള്ള വെള്ളമൊന്നുമില്ല. മുറിയൊക്കെ ചെയ്യും.
കുഴപ്പമില്ല. വെക്കോ, കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോവാം. താഴോട്ട് പെയ്യാൻ ഞാൻ പിടിക്കുന്ന പ്രതീക്ഷ ഒന്നും വേണ്ട. സ്ഥലം സൂപ്പർ. വെള്ളം ഉള്ളപ്പോഴേ കൊള്ളാവൂ. നേരെ ഒഴുക്കാ താഴോട്ട് പോകുന്നത് പേടിക്കില്ല. കല്ല് കണ്ട് ഇടിയൊക്കെ കിട്ടും, അത്രേ ഉള്ളൂ. അയ്യോ, പോറ്റിയെ കുളിക്കാൻ വേണ്ടി ഇറക്കി അങ്ങനെ പോറ്റി ഞാൻ കൂടെ കുളിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കുളിയെല്ലാം കഴിഞ്ഞ് നേരെ അടുത്ത് ആനതിർത്തി പോകണം. അപ്പോൾ ആനതിർത്തി ഫോറസ്റ്റ് ഏരിയയാണ്. എന്നാലും അവിടെ പോകാൻ കുഴപ്പമൊന്നുമില്ല. ബൈക്കിൽ പോയിട്ട് ബൈക്കിൽ തിരിച്ചു വരാൻ പറ്റുന്ന സ്ഥലമാണ്. നമുക്കിവിടെ തന്നെ ഇപ്പോൾ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. നമ്മൾ ഈ കുളിയെല്ലാം കഴിഞ്ഞ് അടുത്ത് നേരെ പോകും. അങ്ങനെ നമ്മൾ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞാണ് ഇവിടെ നമ്മൾ കുളിക്കാൻ വന്നത്. കുളിച്ച് ഒരു 2 മണിക്കൂറായി. കണ്ണൊക്കെ അങ്ങ് ചൂട് പോയി. ഇനി നേരെ അടുത്ത് ആനയെടുത്ത് പോകുന്നതാണ് വിചാരിക്കുന്നത്. നടക്കുമെന്ന് തോന്നുന്നില്ല, നോക്കാം. വഴി ഇതല്ല, അപ്പുറത്ത് തന്നെ വഴി. കയറി